ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ശ്യാമ ടീച്ചർ പിന്നെയും വന്നിരിക്കുകയാണ്. സ്ഥിരം ടീച്ചർ പറയുന്ന ഡയലോഗ് തന്നെ ഇപ്പോഴും പറയുകയാണ്. ടീച്ചറുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. മാത്രമല്ല കുഞ്ഞു കുട്ടികൾക്ക് 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് യൂണിറ്റ് തുടങ്ങിയായിരുന്നു. അതിനകത്ത് ഓരോ ചാപ്റ്റർ വൈസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ പ്രാവശ്യം പഠിക്കാൻ പോകുന്നത് ഒരു നല്ല വണ്ടർഫുൾ ആയിട്ടുള്ളൊരു സീ അറ്റ്മോസ്ഫിയർ ആണല്ലേ. സീ എന്താണ്? സീ, കടൽ അല്ലേ. അപ്പോൾ ഈ സീയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് കാണാം. ദ സീ പാലസ്. പാലസ് എന്ന് പറഞ്ഞാൽ എന്താ? കൊട്ടാരം അല്ലേ. വലിയൊരു കൊട്ടാരമാണ് പാലസ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് കുറേ മീനുകളുടെ കാര്യം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. എ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. ഒരു ഗോൾഡ് ഫിഷ് എന്ത് ചെയ്തു? സീയിൽ സ്വിം ചെയ്തുകൊണ്ടിരിക്കുവാണ് അല്ലേ. ഹി സോ മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അവൻ എന്താ കണ്ടത്? അവൻ്റെ ഒരുപാട് കൂട്ടുകാർ ആ സെയിം ഡയറക്ഷൻ തന്നെ, ഒരേ ദിശയിൽ തന്നെ മൂവ് ചെയ്തു വരുന്നത് അവൻ കണ്ടു. എ സ്റ്റാർ ഫിഷ് വാസ് ഫ്ലോട്ടിംഗ് ഓൺ ദ വേവ്സ്. ഒരു സ്റ്റാർ ഫിഷ് എന്താണ് ചെയ്യുന്നത്? വേവ്സ് എന്ന് പറഞ്ഞാൽ തിരമാല. വേവ്സിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എ ജെല്ലി ഫിഷ് സ്പാർക്ക്ഡ് ഇൻ ദ ബ്ലൂ വാട്ടർ. ജെല്ലി ഫിഷ് എന്ത് ചെയ്തു? തിളങ്ങി പോവുകയാണ് അല്ലേ, ഇങ്ങടെ ബ്ലൂ വാട്ടറിൽ. അപ്പോൾ നീലവെള്ളം, കടലിലെ വെള്ളം എന്താണ്? നീലവെള്ളമാണ് അല്ലേ. അപ്പോൾ ആ ബ്ലൂ വാട്ടറിൽ ഇങ്ങനെ നമ്മുടെ ജെല്ലി ഫിഷ് തിളങ്ങി പോവുകയാണ്. ഡോൾഫിൻസ് വേ ഡാൻസിങ്. ഡോൾഫിൻ എന്താണ്? ഡാൻസ് കളിച്ചുകൊണ്ട് പോകണം. ഡോൾഫിൻ ചെറുതായിട്ട് വാലൊക്കെ നാട്ടി അല്ലേ, പല്ലൊക്കെ കാണിച്ച് ഡാൻസ് കളിച്ചുകൊണ്ടാണ് ഡോൾഫിൻ നീന്തി പോകുന്നത്. വേർ ആർ ദേ ഗോയിങ്? ദ ഗോൾഡ് ഫിഷ് തോട്ട്. ഗോൾഡ് ഫിഷ് തോട്ട് ചെയ്യാണ് അല്ലേ, ചിന്തിക്കുകയാണ്. എന്താണ്? വേർ ആർ ദേ ഗോയിങ്? അവരെങ്ങോട്ടാണ് അല്ലേ പോകുന്നത്? അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മുടെ ഗോൾഡ് ഫിഷ് ചിന്തിക്കുകയാണ്. ഹി ഫോളോഡ് ദം. അവരെന്ത് ചെയ്തു? ആ ഫിഷസിനെ എല്ലാത്തിനെയും ഗോൾഡ് ഫിഷ് ഫോളോ ചെയ്തു. ഇൻ ദ ഡീപ്പ് സീ. ആഴക്കടൽ, ഡീപ്പ് ആഴം കേട്ടോ. ആഴക്കടലിൽ ഹി സോ എ ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ്. അവൻ എന്ത് ചെയ്തു? ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ ഭംഗിയുള്ള ഗ്ലാസ് പാലസ് ആണ് കാണുന്നത് അല്ലേ. ഗ്ലാസ് കൊണ്ട് നമ്മൾ വെള്ളം കുടിക്കുന്ന ചില്ല് ഗ്ലാസ് എങ്ങനത്തെയാണ് അല്ലേ, അത് കളറ് പ്യുവർ ആണല്ലേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ ഇത്രയും ഗ്ലാസ്ഡ് ആയിട്ടുള്ളത് എല്ലാം റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നൊരു ഗ്ലാസ് പാലസ് ആണ് ഡീപ്പ് സീയിൽ കാണുന്നത്. ആര്? ഗോൾഡ് ഫിഷ്. ഇറ്റ് വാസ് ഡെക്കറേറ്റഡ് വിത്ത് ജെംസ് ആൻഡ് പേൾസ്. അത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു അല്ലേ, അലങ്കരിച്ചിരിക്കുകയായിരുന്നു അല്ലേ. ഡെക്കറേറ്റൻ, അലങ്കാരം. വിത്ത് എന്ത് വെച്ചാണ്? ജെംസ് ആൻഡ് പേൾസ് അല്ലേ, രത്നങ്ങളും മുത്തുകളും എല്ലാം വച്ചിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ദ ഡോർസ് ഓഫ് ദ പാലസ് വെയർ വൈഡ് ഓപ്പൺ. ആ പാലസിൻ്റെ ഡോർ എന്ത് ചെയ്തു? പട്ടേന്നും പറഞ്ഞ് ഓപ്പണായി അല്ലേ, വൈഡായിട്ട് ഓപ്പണായി. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഓപ്പണായി അല്ലേ, തുറന്നു. താഴെ കാണിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഗോൾഡ് ഫിഷ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച്ഡ് ദ പാലസ്. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? ഗോൾഡ് ഫിഷും അവൻ്റെ കൂട്ടുകാരും പാലസിൽ റീച്ച് ചെയ്തു, എത്തിച്ചേർന്നു. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? നെക്സ്റ്റ് എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും സംഭവിച്ചുണ്ടാവുക? നമുക്കത് നോക്കാം. അതിനു മുമ്പ് മേളിൽ ഗോൾഡ് ഫിഷ് എന്താ പറയണതെന്ന് നോക്കിക്കേ. എന്തായിരിക്കും പറയണത്? വെയർ ആർ ദേ ഗോയിങ് അതല്ലേ. അപ്പോൾ നമുക്കത് എഴുതി കൊടുക്കാം. അവിടെ നോട്ട് ചെയ്തോട്ടെ എല്ലാവരും, ടീച്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോവുകയാണ്. പാഠത്തിൻ്റെ ഹെഡിങ് നോക്കിക്കേ. ദ മെർമൈഡ്. മെർമൈഡ് എന്ന് വെച്ചാൽ എന്താ? മത്സ്യകന്യകയാണ് കേട്ടോ. ദ ബ്യൂട്ടിഫുൾ മെർമൈഡ് അപ്പിയേർഡ് നിയർ ദ ഡോർ. ഭംഗിയുള്ള മത്സ്യകന്യക പ്രത്യക്ഷപ്പെട്ടു. എവിടെ? ഡോറിൻ്റെ നിയർ അല്ലെ, അടുത്ത്. ഡോറിൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. ഹൗ പ്രിറ്റി ഷീ ഈസ് എക്സ്ക്ലൈംഡ് ദ ഗോൾഡ് ഫിഷ് അല്ലേ. എക്സ്ക്ലൈം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ആശ്ചര്യപ്പെടുകയാണ്. എന്ത്?
നമ്മുടെ ഗോൾഡ് ഫിഷ് പറയാണ് എന്തു ഭംഗിയാണ് കാണാൻ അല്ലേ. നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ എന്ത് രസമാണ് കാണാമെന്ന് അറിയില്ലേ. അതുപോലെ നമ്മുടെ ഗോൾഡ് ഫിഷ് നമ്മുടെ മെർമൈഡിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ തന്നെ മീനിൻ്റെ കണ്ണ് ഉണ്ടച്ചെടുക്കുന്നത് ഉള്ള കണ്ണ് പിന്നെയും ഉണ്ടയായി വന്നല്ലേ. അത്ര ഭംഗിയാണ് കാണാൻ. ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ, വി ഹാവ് ബ്രോട്ട് യു സം ഗിഫ്റ്റ്സ്. നമ്മുടെ പ്രിൻസസ് ജൂലിയ, ആ ഗ്ലാസ് പാലസിൻ്റെ പ്രിൻസസ് ആണ് ജൂലിയ. ആളുടെ ബർത്ത്ഡേ ആണിന്ന്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മീനുകളെല്ലാം വച്ച് പിടിച്ച് നീന്തിയല്ലേ. എല്ലാവരും നീന്തി വന്നത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു. പ്രിൻസസിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ. നമ്മൾ ആദ്യം ഒരു ബർത്ത്ഡേ സെലിബ്രേഷനിൽ നിന്ന് തുടങ്ങിയല്ലേ. ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്ന ബർത്ത്ഡേ നമുക്ക് ഹിൻഡ് തന്നിട്ടാണ് ചാപ്റ്റർ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഹിൻഡിൻ്റെ മീനിങ് ഇപ്പോൾ മനസ്സിലായില്ലേ. സോ ദ ബർത്ത്ഡേ സെലിബ്രേഷനിൽ ആരൊക്കെയാണ് പങ്കെടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. വി ഹാവ് ബ്രോട്ട് യു സം ഗിഫ്റ്റ്. ഞങ്ങൾ കുറച്ച് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ബ്രോട്ട് എന്ന് പറഞ്ഞാൽ വാങ്ങുക കേട്ടോ, വാങ്ങിയിട്ടുണ്ട്. ഓൾ ഓഫ് ദം സെഡ് ടുഗദർ. എല്ലാവരോടും ചേർന്ന് ഒരുമിച്ച് പറഞ്ഞു. ദ ജെല്ലി ഫിഷ് ബോട്ട് ഗ്ലിൻഡിങ് ലൈറ്റ്സ്. ഗ്ലിൻഡിങ് ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് നിങ്ങളിപ്പോൾ തന്നെ എഴുതിയെടുത്തോ. മിന്നുന്ന വിളക്ക് കേട്ടോ. ഗ്ലിൻഡിങ് ലൈറ്റ്സ് മിന്നുന്ന വിളക്കാണ്. ഓക്കെ, മിന്നിത്തെളിയുന്ന ലൈറ്റ് നമ്മൾ ക്രിസ്തുമസിനൊക്കെ ഇടില്ലേ, അതാണ് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ വേറെ വല്ല ലൈറ്റും ഉണ്ടാവുമായിരിക്കും, നമുക്ക് നോക്കാം. ചിലപ്പോൾ ഹിന്ദിനകത്ത് കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. ഓക്കെ, ദെൻ ദ വെയിൽ കെയിം വിത്ത് ജിങ്ക്ലിങ് ബാങ്കിൾസ് അല്ലേ. ജിങ്ക്ലിങ്, അതിനകത്ത് തന്നെ ഒരു കുലുക്കം കാണുന്നുണ്ടല്ലേ. ജിങ്ക്ലിങ് ബാങ്കിൾസ്. ബാങ്കിൾസ് എന്താ, വളകൾ, കിലുങ്ങുന്ന വളകളാണ് നമ്മുടെ വെയിൽ കൊണ്ടുവന്നത് അല്ലേ. വെയിലെന്താണ്, വെയിലെന്താണ് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്തേ, വെയിലെന്താന്ന് അല്ലേ. ഒരിടയ്ക്ക് നമുക്ക് ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ടായിരുന്നു, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള. അപ്പോൾ എല്ലാവർക്കും ഓൾറെഡി അറിയാമായിരിക്കും വെയിലെന്താണെന്ന്. താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ കാണുന്ന എല്ലാ കുട്ടികളുടെയും പേരൻസ് കുട്ടികളും കമൻറ്റ് ചെയ്യണം. നിങ്ങൾ വീഡിയോ മൊത്തത്തിൽ കാണുന്നുണ്ടെന്ന് അറിയണ്ടേ. ഓക്കെ, ദ ഡോൾഫിൻസ് ക്യാരിഡ് ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. എന്താണ് ഡോൾഫിൻ, എന്താ പുള്ളി ചുവന്ന് കൊണ്ടുവന്നേക്കുന്നത് ഫ്രാഗ്രൻ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി മണമുള്ള ഫ്ലവേഴ്സാണ്, പൂക്കളാണല്ലേ. ഫ്രാഗ്രൻറ്റ് മണം എന്നാണ്, സുഗന്ധം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ജൂലിയ സ്മൈൽഡ് ആൻഡ് റിപ്ലൈഡ്. ജൂലി എന്ത് ചെയ്തു, പ്രിൻസസ് ചിരിച്ചു അല്ലേ. എന്നിട്ട് റിപ്ലൈ ചെയ്തു, മറുപടി പറഞ്ഞു. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. വളരെ നന്ദിയുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ. കം ഓൺ ലെറ്റ്സ് ബിഗിൻ ദ പാർട്ടി. വരൂ, പാർട്ടി തുടങ്ങുന്നു. ബിഗിൻ, തുടങ്ങുന്നു. പാർട്ടി എന്താ, ആഘോഷം. ഓക്കെ, ദർ വാസ് എ ബിഗ് കേക്ക് ഓൺ എ ടേബിൾ ഇൻ ദ ഹാൾ. ദ പാർട്ടി ബിഗാൻ. ബിഗിനുണ്ട് ബിഗാനുണ്ട് കേട്ടോ. അവിടെ ഒരു വലിയ കേക്ക് ഉണ്ടായിരുന്നു ഒരു ടേബിളിൻ്റെ മുകളിൽ, ഹോളിൽ തന്നെ കേട്ടോ. നമ്മൾ ഹോളിലൊക്കെ വെച്ചല്ലേ കേക്ക് മുറിക്കുന്നേ. അപ്പോൾ ഇവിടെ ബിഗാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് തുടങ്ങി. ബിഗിൻ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നു. ഓക്കെ, രണ്ടും ഒരേ ഏറെക്കുറെ സൗണ്ടുകളൊക്കെയാണ്. ആകെ ഒരു സ്പെല്ലിങ് മാത്രമേ ഡിഫറെൻ്റ് ഉള്ളൂ, ഐയും എയും കേട്ടോ. പക്ഷെ മീനിങ് വേറെയാണ്. തുടങ്ങി, തുടങ്ങുന്നു. ഓക്കെ, ഹൗ വിൽ ദേ ബിഗിൻ ദ പാർട്ടി. എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഹൗ വിൽ ദേ ബിഗിൻ ദ പാർട്ടി. എങ്ങനെയായിരിക്കും പാർട്ടി തുടങ്ങിയത്, ഏത് രീതിയിലായിരിക്കും പാർട്ടി സ്റ്റാർട്ട് ചെയ്തേണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ഊഹിക്കാനുള്ളതാണ്. അപ്പോൾ ഊഹിച്ചിട്ട് നമുക്ക് എഴുതണം. പക്ഷേ ഊഹിക്കാതെ തന്നെ നമുക്ക് കണ്ടെത്താൻ പാടില്ലേ. നെക്സ്റ്റ് പേജിൽ എൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുത്തിട്ടില്ലേ, ഡീറ്റെയിൽ ആയിട്ട് കഥ പറയുന്നുണ്ട്. പക്ഷേ കഥ ടീച്ചർ ഇപ്പോൾ പറയുന്നില്ല. ടീച്ചറിന് നെക്സ്റ്റ് ക്ലാസ്സിലാണ് കഥ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി കഥയായിട്ട് കാണാം. എല്ലാവരും നോട്ട്സ് കൂടുതലായിട്ട് പഠിച്ച് തന്നെ പോവുക. കാരണം നമുക്ക് ഒരു ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിന് വരുന്നത്. ഈ ചാപ്റ്റർ എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ 2 യൂണിറ്റാണ്. മേ ബി ഫസ്റ്റ് യൂണിറ്റ് മാത്രം വരാം. അങ്ങനെ ആയിരുന്നാലും നമ്മൾ നോട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് പോകണം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന കോൺവെർസേഷൻ, അതുപോലെ സ്റ്റോറി മേക്കിംഗ്, പിന്നെ വരുന്ന ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്, ക്വസ്റ്റ്യൻസ്, പാസേജ് റീഡ് ചെയ്ത് വായിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെയൊക്കെ വിത്ത് എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ മോഡൽ ടീച്ചർ നോട്ടായിട്ട് തരുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ ഈ ഓരോ സെക്ഷൻ്റെയും നോട്ട്സ് ഉണ്ട്, ഈ ചെറിയ ക്വസ്റ്റ്യൻസിൻ്റെ.
അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി കാണിക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിരിക്കും ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നോട്ടായിട്ട് തരുന്നത്. അതുകൊണ്ടാണ് ടീച്ചർ നോട്ട് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക എല്ലാവരും. ഇനി ഈ പാഠത്തിൻ്റെ ബാക്കി പോർഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടീച്ചറുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ടാറ്റ ബൈ ബൈ.